ഹലോ, അസ്സാം വലൈക്കും. നഫീസുമ്മയുടെ മണാലി യാത്ര ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നഫീസുമ്മയെ കുറിച്ച് ഒരു മതപ്രഭാഷകനായിട്ടുള്ള ഒരു ഉസ്താദ് പ്രഭാഷണത്തിനിടയിൽ അവരെക്കുറിച്ച് സംസാരിക്കുകയും അത് വളരെ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ചർച്ചകളിൽ കൂടുതലായിട്ട് ഇടപെടുന്നത് പ്രത്യേകിച്ച് മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകളാണ്, മതമില്ലാത്തവരാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മതം ഒരിക്കലും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് വാദിക്കുന്നവർ കൂടെയാണ്. നമുക്ക് ആദ്യമായി നഫീസുമ്മ മണാലിയിൽ പോയപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം. എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസേടെ കിട്ടാനാ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. ഓക്കെ, വളരെ സന്തോഷത്തോടു കൂടെയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നഫീസുമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഉമ്മയുടെ ഭർത്താവ് 25 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടെയാണ്. അപ്പോൾ നഫീസുമ്മ ഈ ഒരു പ്രത്യേക ട്രിപ്പിന് വരുന്നത് തന്നെ തൻ്റെ ഒന്നിച്ചാണ് യാത്രയിലേക്ക് വരുന്നത്. ഈ ഒരു മണാലി കാണാനും അവിടെ ആഘോഷിക്കാനും ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അവർ ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇനി ഈ അടുത്ത് വിവാദമായിട്ടുള്ള ഉസ്താദിന്റെ പ്രഭാഷണം കൂടെ, നഫീസുമ്മയെ കുറിച്ച് ഉസ്താദ് പറയുന്ന ആ ഒരു പ്രഭാഷണം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഈ രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇതിൽ പറയാതിരിക്കാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇത് ഒരുപാട് വീഡിയോസ് ഇതിനെ ട്രോൾ ചെയ്തിട്ടും ഇതിനെ അനുകൂലിച്ചിട്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ വീഡിയോസ് കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയത്തിൽ തന്നെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താം. എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ഉസ്താദ് നഫീസുമ്മയെ കുറിച്ച് പറഞ്ഞത് ഒരു പൊതുവേദിയാണ്. ആളുകൾ, അതും പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന, യൂട്യൂബിലൊക്കെ ലൈവ് വരുന്ന ഒരു പ്രഭാഷണം കൂടെയാകുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്ര മോശമായി കൊണ്ട് അവരെ അവതരിപ്പിക്കുന്നത് അത്ര ശരിയായില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സ്ത്രീകളൊക്കെ ഒരു വീടിൻ്റെ മൂലക്കുള്ളിൽ ഇരിക്കേണ്ടവരാണ്, ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി ഇരിക്കേണ്ടവരാണ് എന്ന രീതിയിൽ ഇതിനെ വർണ്ണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലേക്ക് ഈ ഒരു പ്രഭാഷണം വഴിവെച്ചു, ചെറിയ തോതിൽ വഴിവെച്ചു എന്നുള്ളത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. കഴുകന്മാർ വലിച്ചു കീറുന്നത് പോലെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അത് ഇസ്ലാമിൻ്റെ 7 അകലത്തിലൂടെ പോകുന്നില്ലെങ്കിലും അതിന് സമീപത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ അതിനെ വലിയ ഒന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനെ വളരെ മോശമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ട്, ഇത്ര പ്രത്യക്ഷമായിട്ട് ഒരു മുസ്ലിം സ്ത്രീകൾക്കെതിരെ എന്ന തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണമാകുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധരൊക്കെ ഇതിനെ എടുത്തുപയോഗിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ മുസ്ലിം സ്ത്രീക്ക്
പുറത്തിറങ്ങാനും മുസ്ലിം സ്ത്രീക്ക് അവളുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവളുടെ ആസ്വാദനം ആസ്വദിക്കാനൊക്കെയുള്ള അവകാശങ്ങൾ പരിശുദ്ധ ഇസ്ലാം തീർച്ചയായിട്ടും വകവെച്ച് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് യാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മഹ്റമിന്റെ കൂടെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്. അത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. മുസ്ലിം സ്ത്രീയുടെ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ ഇസ്ലാം വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത്, മുസ്ലിം സ്ത്രീ ഒരിക്കലും ഒറ്റക്കായി പോകരുത് എന്ന് ഇസ്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലുള്ള ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാം പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ സേഫ്റ്റി തന്നെയാണ്. ഏതൊരാളെക്കാളും ഏത് ജെൻഡറിനേക്കാളും കൂടുതൽ പരിഗണന ഇസ്ലാം കൊടുക്കുന്നത് മുസ്ലിങ്ങളിൽ സ്ത്രീക്ക് തന്നെയാണ്. വലിയ പരിഗണന എല്ലായിടത്തും ഇസ്ലാം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒറ്റക്കാകരുത്. അവളുടെ കൂടെ കുടുംബക്കാരായ മഹ്റം എന്ന് പറയും, വിവാഹബന്ധം ഹറാമായിട്ടുള്ള ആളുകൾ അവളുടെ കൂടെ ഉണ്ടാകണം. അത് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു നഫീസുമ്മയുടെ കൂടെ നമ്മൾ അവരുടെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് പിറകിൽ അവരുടെ കുടുംബക്കാരായ മഹ്റമുകളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരോട് നേരിട്ട് ചോദിച്ചതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമാണ്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴേക്ക് വളരെ ആദരവോട് കൂടെ തന്നെ പറയട്ടെ, ഇത് കേൾക്കുമ്പോഴേക്ക് പലരും അതിന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. എന്താ, മുസ്ലിമിലെ സ്ത്രീക്ക് ഒരിക്കലും യാത്ര പോകാനുള്ള അവകാശമില്ല, അവൾക്ക് ഇഷ്ടം ഉണ്ടാവൂലേ, അവൾക്കും യാത്രകളൊക്കെ ആസ്വദിച്ച് മനസ്സിലുള്ള സ്ട്രെസ്സും ടെൻഷനൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു വഴി യാത്രയിലൂടെ ഇസ്ലാം അവൾക്ക് തുറന്നു കൊടുക്കുന്നില്ലേ എന്നുള്ള പല ചോദ്യങ്ങളും പല വീഡിയോസിൽ കമൻ്റായിട്ട് കാണുകയുണ്ടായി. തീർച്ചയായിട്ടും ഇസ്ലാം എല്ലാവർക്കും ഓരോ പ്രത്യേക നിർദ്ദേശങ്ങളോട് കൂടി വകവെച്ച് നൽകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്ക് ഇസ്ലാമിനെ വലിച്ചു കീറുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇത് നമ്മുടെ ഇന്ത്യയാണ്. ഈ ലോകത്ത് ഏത് മതം ആർക്കും വിശ്വസിക്കാനുള്ള അവകാശം എവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുമ്പോൾ മതേതരത്വ രാജ്യമാണ്. ഇസ്ലാമിൽ തന്നെ എല്ലാവരും അടിയുറച്ച് നിൽക്കണമെന്ന് എവിടെയും ഒരു ഫ്ലെക്സിലോ അല്ലെങ്കിൽ ആരും എവിടെയും നമ്മുടെ ഭരണഘടനയിലോ വിളിച്ചു പറയുകയോ എഴുതി വെച്ചിട്ടോ ചെയ്തിട്ടില്ല. ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ ഫ്രീഡമാണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് ഇതിനെ ചിത്രീകരിക്കുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. മറിച്ച് അത് പ്രതിഷേധാർഹം കൂടെയാണ്. പക്ഷെ ഇവിടെ ചില നിബന്ധനകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില നിബന്ധനകളോട് കൂടി മുസ്ലിം സ്ത്രീക്ക് യാത്രകൾ പോകാം, പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ചുരുക്കി പറഞ്ഞ കാര്യം സിമ്പിളാണ്. മുസ്ലിം സ്ത്രീക്ക് യാത്ര പോകാം, അവൾക്ക് പുറത്തിറങ്ങാം, അവൾക്ക് വാഹനം ഓടിക്കാം. എന്തൊക്കെ ഒരു പുരുഷൻ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചില നിബന്ധനകളോട് കൂടെ അവൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മതകീയ വശങ്ങളൊന്നും കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വീഡിയോ ഒരുപാട് ലോങ് ആയി പോവുകയും ചെയ്യും. എല്ലായിടത്തും ഇസ്ലാം പുരുഷനേക്കാൾ സ്ത്രീകൾക്ക് എല്ലായിടത്തും ഒരു പടി മുൻഗണന നൽകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അവളുടെ സുരക്ഷയും അവളുടെ പവിത്രത കൊണ്ട് മാത്രമാണ് ഇസ്ലാം ഒരു പടി മുന്നിലായിട്ട് മുസ്ലിം സ്ത്രീകളെ കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ മദീനയിലേക്ക്, പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മക്കയിലേക്കും മദീനയിലേക്കും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഓരോ ദിവസവും അവിടെ എത്തിച്ചേരുന്നുണ്ട്. അവിടെ ചില നിബന്ധനകളോട് കൂടി മഹ്റം ആയിട്ടുള്ള ആളുകളോടൊപ്പമാണ് സ്ത്രീകൾ അവിടെ യാത്ര പോകുന്നത്. ഭർത്താക്കന്മാരുമായിട്ട് നമ്മുടെ കേരളം അടക്കം മുഴുവൻ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കും ഒരുപാട് ആളുകൾ യാത്രകൾ പോകുന്നുണ്ട്. അതൊക്കെ അനുവദനീയമായ ഓരോ യാത്രകളുടെ വശങ്ങളാണ്. അത് വലിയൊരു ഭാഗം തന്നെയാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ ഒരു പ്രശ്നം വിവാദമാകാനുള്ള ഒരു കാരണം ഈ ഒരു ഉസ്താദിന്റെ ഈ ഒരു പ്രഭാഷണത്തിന്റെ ശൈലി ഒന്ന് മാറി എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ്. ഒരു പക്ഷെ ഉസ്താദ് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഇത്ര പരസ്യമായി കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ പരസ്യമായൊന്നും യാത്ര ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ ആകാം. അതിനെ ഞാൻ കൂടുതൽ ന്യായീകരിക്കുന്ന ഒരു ഭാഗത്തേക്കും പോകുന്നില്ല.
എന്തു തന്നെ ആയാലും പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് വലിയ പ്രാധാന്യങ്ങളും അവൾക്ക് യാത്ര ചെയ്യാനും അവളുടെ ഇഷ്ടങ്ങൾ മതം അനുവർത്തിക്കുന്ന രീതിയിൽ അവൾക്ക് സാധ്യമാകാനും ഒക്കെ എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു മതമാകുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളാകുമ്പോൾ അതിനെ സ്നേഹിക്കുന്നവരാകുമ്പോൾ അതിൻ്റെ നിലനിൽപ്പിന് ചില നിയമങ്ങളും വളരെ സുന്ദരമായിട്ടുള്ള ചില പരിഷ്കാരങ്ങളും നിയമങ്ങളൊക്കെ അതിലുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഏത് മതം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും എല്ലാ മതങ്ങൾക്കിടയിലും ആ മതത്തിന് കീഴിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് സ്ത്രീകൾക്ക് യാത്രകളും അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധ്യമാക്കാം എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയത്തെ ഇത്ര വലിയ രീതിയിൽ ഇസ്ലാമിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വളരെ മോശമാക്കുന്ന രീതിയിൽ വീഡിയോസുകളൊക്കെ കണ്ടപ്പോഴാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.